നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. സെൻട്രൽ ഗാസയിലെ അൽ മുഖ്റഖ ഷൈഖ് ഇജ്ലീൽ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ഹമാസും കനത്ത പോരാട്ടത്തിൽ. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇസ്രായേൽ തുടർച്ചയായ ബോംബാക്രമണം നടത്തുന്നുണ്ട്. ഹമാസ് പോരാളികളുടെ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ട്. ഒക്ടോബർ 27-ന് ഗാസയിൽ ഇസ്രായേൽ കരസേന നടത്തിയ ഓപ്പറേഷൻ ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ട ഇസ്രായേലി സൈനികരുടെ എണ്ണം 263 ഉയർന്നു. ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസം ബ്രിഗേഡ്സ് സെൻട്രൽ ഗാസ മുനമ്പിലെ അൽ മുഖ്റഖ മേഖലയിൽ നെറ്റ്സാരിം ഇടനാഴി ഏരിയയിൽ ഇസ്രായേൽ സേനയെ പതിയിരുന്ന് ആക്രമിച്ചതായി റിപ്പോർട്ടുണ്ട്. തുരങ്ക കവാടങ്ങളും മോർട്ടാർ ലോഞ്ചറുകളും തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. റഫേൽ ഇസ്രായേൽ നിരീക്ഷണം ഡ്രോണുകൾ പറത്തുന്ന ശബ്ദം തുടർച്ചയായി കേൾക്കുന്നുണ്ട്. കരയാക്രമണത്തിന് മുന്നോടിയായാണോ ഇതെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഗാസ സിറ്റിക്ക് തെക്ക് 6.8 കിലോമീറ്റർ നീളമുള്ള റോഡിന് ചുറ്റും നിർമ്മിച്ച ഇടനാഴി വടക്കൻ ഗാസ, മധ്യ ഗാസ എന്നിവിടങ്ങളിലും IDF റെയ്ഡ് നടത്തുകയാണ്. എന്നാൽ പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലസ്തീനികൾക്കായി വടക്കേയിലേക്കുള്ള പ്രവേശനം ഇസ്രായേൽ അനുവദിക്കുന്നുണ്ട്. അതിനിടെ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഹമാസ് സംഘം ഉടൻ കെയ്റോയിലെത്തും. വെടിനിർത്തലിനുള്ള ഇസ്രായേൽ നിർദ്ദേശങ്ങൾ ഹമാസ് നേതൃത്വം പഠിച്ചു വരികയാണെന്നും വക്താവ് പറഞ്ഞു. ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽത്താനി, ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കെമാൽ എന്നിവരുമായി ഹമാസ് മേധാവി ഇസ്മായിൽ ഹാനിയ ഫോണിൽ വിഷയം ചർച്ച ചെയ്തു. 2 ദിവസത്തിനകം ഹമാസ് സംഘം കെയ്റോ സന്ദർശിക്കുമെന്നാണ് സൂചന. എല്ലാ ബന്ദികളെയും വിട്ടയക്കുന്നതോടെ ഗാസ ആക്രമണം ഇസ്രായേൽ നടത്തുകയും സേനയെ പിൻവലിക്കുകയും ചെയ്യുമെന്ന ഉറപ്പ് ലഭിക്കാതെ കരാർ ഒപ്പിടില്ലെന്ന് ഹമാസ് ആവർത്തിച്ചു. ഈ നിലപാട് കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള 3 ഘട്ട വെടിനിർത്തൽ നിർദ്ദേശങ്ങളാണ് ഹമാസിന് മുന്നിലുള്ളതെന്നാണ് സൂചന. അതിനിടെ ഐക്യരാഷ്ട്ര സംഘടനയിൽ സ്ഥിരാംഗത്വം നൽകണമെന്ന ഫലസ്തീന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. UN പൊതുസഭ പാസാക്കിയ സ്ഥിരാംഗത്തിനായുള്ള പ്രമേയം കഴിഞ്ഞ മാസം 15 അംഗ രക്ഷാസമിതിയിൽ 12 രാജ്യങ്ങൾ പിന്തുണച്ചെങ്കിലും US വീറ്റോ ചെയ്തിരുന്നു. US സർവകലാശാലയിൽ ഗാസ യുദ്ധവിരുദ്ധ പ്രക്ഷോഭം തുടരുന്നതിനിടെ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ശക്തമാക്കി. ലോസ് ആഞ്ചലസ് കാലിഫോർണിയ സർവകലാശാലയിൽ ഇസ്രായേൽ അനുകൂല, പലസ്തീൻ അനുകൂല വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. വൻ സന്നാഹത്തോടെ പോലീസ് സംഘം ഇവിടെ സമരക്കാർ സ്ഥാപിച്ച ബാരിക്കേഡുകളും കുടിലുകളും പൊളിച്ചു നീക്കി. ഗാസയിൽ എല്ലാ മനുഷ്യാവകാശങ്ങളും അന്താരാഷ്ട്ര ധാരണകളും ലംഘിച്ച് നടത്തുന്ന യുദ്ധത്തിൽ പ്രതിഷേധിച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയ ഇസ്രായേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിൽ സംസാരിക്കവേ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ഗാസയിലെ ഇസ്രായേൽ അതിക്രമത്തിന് മുന്നിൽ ലോകരാജ്യങ്ങൾ നിഷ്ക്രിയരായി നിൽക്കരുതെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനിടെ 24 മണിക്കൂറിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 28 പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു. ഇതുവരെ കൊല്ലപ്പെട്ടവർ 34,596 77,816 പേർക്കാണ് പരിക്കേറ്റത്. യുദ്ധം ഇപ്പോൾ അവസാനിച്ചാൽ പോലും ഗാസയിലെ തകർന്ന വീടുകളെല്ലാം പുനർനിർമ്മിക്കാൻ 15 വർഷമെങ്കിലും എടുക്കുമെന്ന് UN ഡെവലപ്മെന്റ് പ്രോഗ്രാം അറിയിച്ചു.